ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസും പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റോക്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നില്ല. നിങ്ങൾ വലിയ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പം അതിനുശേഷം മാർക്കറ്റ് US മാർക്കറ്റ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ S&P 500 നാസ്ഡാക്ക് മോഡറേറ്റ് ക്ലോസിംഗും തന്ന ശേഷം ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. ഒരു എന്താ പറയുക, ചെറിയ ന്യൂട്രൽ രീതിയിൽ ട്രേഡ് ചെയ്യുന്നത്. 3 പോയിന്റ്സ് 4 പോയിന്റ്സ് ഡൗൺ സൈഡ് ആ രീതിയിൽ ട്രേഡ് ചെയ്യുകയാണ്. നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റ്സിന്റെ ക്ലോസിംഗ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം പോസിറ്റീവ് ക്ലോസിംഗ് യൂറോപ്യൻ മാർക്കറ്റ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇഫ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു 50 പോയിന്റ്സിന്റെ അപ്സൈഡ് നമുക്കിവിടെ നിലവിൽ കാണാം. മേ ബി ഒരു 30-40 പോയിന്റ്സിന്റെ അപ്സൈഡ് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമുക്ക് മേ ബി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യാം. അത് എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ്സും കണ്ടിന്യൂസ്ലി ഒരു ബുള്ളിഷ് ആണ്. സർക്കാർ മാറ്റം ഉണ്ടായതിനു ശേഷമൊക്കെ അവരുടെ പോസിറ്റീവ്ലിയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ലോജിക്കലി ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, നിങ്ങളിവിടെ ഞാൻ ആരോ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഗ്യാപ്പ് തന്നു, ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ തന്നു, ആൻഡ് അവിടെ നിന്ന് ഒരു കൺസോൾട്ടേഷൻ തന്നു, ആൻഡ് ഗ്യാപ്പ് മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോയി. ശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, ഒരു കൺസോൾട്ടേഷൻ തന്നു, വീണ്ടും ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കി ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ഇനി പ്രാക്ടിക്കലി നമ്മുടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? മുന്നേ ഗ്യാപ്പ് ഡൗൺ വന്ന ഒരു സപ്ലൈ സോണിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. 25,800 എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഡൗൺ തന്ന ഒരു സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ മനസ്സിലാക്കി വേണം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന ശേഷം മാർക്കറ്റ് ഈ ഒരു സപ്ലൈയിലേക്ക് അടിച്ച് മാർക്കറ്റ് ജസ്റ്റ് ഡൗൺ സൈഡ് വരാനാണോ പ്രോബബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യണം. ആൻഡ് വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, മാർക്കറ്റ് മേ ബി ഈ ഒരു സപ്ലൈ കവർ ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മേ ബി നല്ലൊരു 26,000 എന്നുള്ള സോണിലേക്ക് ഒരു 100-200 പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് മൊമെന്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്കറിയത്തില്ല എന്താണ് മാർക്കറ്റ് കരുതി വെച്ചേക്കുന്നതെന്ന്. നമ്മളെപ്പോഴും നമ്മുടെ പ്ലാൻ എന്തായിരിക്കണം? ഈ ഒരു സോൺ കവർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ 25,800 to 830 റേഞ്ചിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തിയ ശേഷം മാത്രം വലിയ ട്രേഡ്സിലേക്ക് പോവുക. അപ്പോൾ ഞാൻ കണ്ടില്ല, ഇവിടെ 25,600 മാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇനി ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോൺ 25,600 ആണ്. അപ്പം ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നാലും നമ്മൾ പാനിക് ആവാതെ ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കുക. 25,600 എന്ന് പറഞ്ഞ ഈ സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് മറിച്ച് അവിടെ നിന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ താഴത്തെ ഡിമാൻഡ് സോൺസിലേക്ക് മാർക്കറ്റ് എത്തുമെന്ന് നമ്മൾ ചിന്തിച്ച് ഭയക്കേണ്ടതുള്ളൂ. സോ പ്ലാന് അങ്ങനെ മാത്രം കണക്ക് കൂട്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ 25,800 മാർക്കറ്റിലെ റിയാക്ഷൻ വെയിറ്റ് ചെയ്യുക. സപ്ലൈ സോണാണ്. ഫ്രഷ് സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്ത ശേഷം തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസസ്, എന്തെങ്കിലും റിസൾട്ട് സീസണൊക്കെ ഏകദേശം കഴിയുകയാണ്. അപ്പം മാർക്കറ്റിൽ വലിയ കമ്പനികളുടെ ട്രിഗേഴ്സ് ഒക്കെ ജസ്റ്റ് നിന്നു. ന്യൂസ് മാർക്കറ്റിൽ സെറ്റിൽ ആവേണ്ട സമയമായി. അപ്പോൾ പ്രത്യേകിച്ച് ന്യൂസസ് എന്ന് പറയാനായിട്ട് സാത്വിക് ഗ്രീൻ എനർജിയുടെ ന്യൂസ് ഉണ്ട്. അവർക്ക് പുതിയൊരു ഓർഡർ 44 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോളാർ PV മോഡ്യൂൾസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡർ അവർക്ക് നിലവിലുണ്ടെന്നുള്ള കാര്യം പോസിറ്റീവ്ലി കമ്പനിക്ക് വരാം. പിന്നെ എറ്റേണലിൻ്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് കൊളാബറേഷൻ ആണ്. ഓപ്പൺ AI ആയിട്ട് ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവരുടെ ബിസിനസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അതായത് സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, ഡിസ്ട്രിക്ട് ആപ്പ്, ഹൈപ്പർ പ്യൂർ തുടങ്ങി അവരുടെ പ്ലാറ്റ്ഫോംസിൽ തന്നെ ഓപ്പൺ AI ഉപയോഗിച്ച് അവരുടെ കൊളാബറേഷനെ ബന്ധപ്പെട്ട് കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട ഒരു കൊളാബറേഷൻ, സ്ട്രാറ്റജിക് കൊളാബറേഷൻ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് നിലവിൽ മാർക്കറ്റിലുണ്ട്. പോസിറ്റീവാണ് കമ്പനിക്ക്. ദിലീപ് ബിൽക്കോൺ ആണെങ്കിൽ ലോവസ്റ്റ് ബിഡറായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്ത് ഗവൺമെന്റിന്റെ നർമ്മദ വാട്ടർ റിസോഴ്സ് വാട്ടർ സപ്ലൈ ആൻഡ് കൽപ്പാസ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് 702 കോടിയോളം വരുന്ന പ്രൊജക്ട് അതിന്റെ ഒരു ലോവസ്റ്റ് ബിഡറായിട്ട്, എല്ലോൺ ബിഡറായിട്ടാണ് ദിലീപ് ബിൽക്കോൺ സെലക്ട് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഡാബർ ഇന്ത്യയുടെ ന്യൂസ് എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഹർജിത് എസ് ബലെ അപ്പോയിന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പോസിറ്റീവ് കമ്പനിക്ക്. പിന്നെ BHEL എല്ലാവരും ഫേവറേറ്റ് സ്റ്റോക്കാണ്. നമ്മളും മീഡിയം ടൈമൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. BHELന്റെ ആണെങ്കിൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു സെയിലുമായിട്ട് ബന്ധപ്പെട്ട ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ബെർൺപൂറിലെ ഒരു കോൺട്രാക്ട് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. 1,200 തൊട്ട് 1,500 വരെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വലിയ പ്രൊജക്റ്റ് BHEL ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെ ന്യൂസ് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ബോർഡ് മീറ്റിംഗ് ഓൾറെഡി ഗോയിങ് ആണ്, അറിയായിരിക്കും. എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏതെങ്കിലും കമ്പനികൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഉണ്ട്. നമുക്കിപ്പോൾ സാത്വിക് ഗ്രീൻ എനർജിയുടെ ഒരു ചാർട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സാത്വിക് ഗ്രീൻ എനർജിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ചാർട്ട്സുകളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ മാർക്കറ്റിൽ ചർച്ച ചെയ്യാം. ഓക്കെ, സാത്വിക് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ഡൗൺ സൈഡ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. IPO ഈ ലോ ബേസിൽ നിന്നാണ് മാർക്കറ്റ്
ഡൗൺ സൈഡ് വന്നത് അല്ലേ. അപ്പം എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ, കമ്പനിയുടെ ഇൻറ്റൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ്, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാൻ എന്തായാലും ഒരു ഇൻറ്റൻഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാത്വിക് എനർജി നമുക്ക് എന്തായാലും പോസിറ്റീവ്ലി എടുത്ത് ഇന്നത്തെ ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ട് ഇത് എന്താണ് കമ്പനി റിയാക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം, ഈ മേജർ ഏരിയാസിലുള്ള റിയാക്ഷൻ നമുക്ക് പഠിക്കുന്ന കൊണ്ട് തെറ്റില്ല. കാര്യം നല്ല ഓർഡേഴ്സും ന്യൂസസും ഉണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, $412 റേഞ്ചിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, സപ്ലൈ അടിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു സപ്ലൈ ഇവിടെ ഉണ്ട്, ഓവർ ഹെഡ് സപ്ലൈ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ക്യാൻഡിൽ സ്റ്റിക്സ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ധാരണയുണ്ട്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല സപ്ലൈ മാർക്കറ്റ് അടിക്കുന്നുണ്ട്. ബട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ ഏരിയയിൽ. ഇപ്പം കൂടുതൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാച്ച് ചെയ്ത് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. സാത്വിക് ഗ്രീൻ എനർജി എന്തായാലും ഇന്നത്തെ ദിവസം പ്രയോറിറ്റിയിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല സ്റ്റോക്സ് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. സോ ഏതെങ്കിലും കമ്പനികൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് അപ്രോച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മോസ്റ്റ്ലി പുതിയ ചാനലാണ്. കഴിഞ്ഞ ചാനൽ ഡിലീറ്റ് ആയ ശേഷം പുതിയ ചാനൽ ലൈവായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത പഴയ മെമ്പേഴ്സ് എല്ലാവരും പതുക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. മോസ്റ്റ്ലി ഇപ്പോൾ 80+ സബ്സ്ക്രൈബേഴ്സ് ആളുകൾ നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് നമുക്ക് ആക്റ്റീവ് ആക്കാം ചാനൽ. അത് എല്ലാവരും ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ചാനലിൻ്റെ. ഓക്കെ, സോ താങ്ക് യു.